Hi everyone, good morning and welcome to day 2 of a Germany vlog. അപ്പോൾ ഇന്ന് ജർമ്മനിയിലെ ഞങ്ങൾ സെക്കൻഡ് ഡേ ആണ്. ആൻഡ് ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള ബെൻസ് മ്യൂസിയം അല്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ആൻഡ് അവിടെ പോയാൽ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മോട്ടോർ കാർ നമുക്കവിടെ കാണാൻ പറ്റും. അത് കാണണം. പിന്നെ ബെൻസിന്റെ എല്ലാ കാസിന്റെയും ഒരു കളക്ഷനും, അത് ഏറ്റവും മോഡേൺ കാർ വരെയുള്ള എല്ലാ കാറുകളുടെയും കളക്ഷൻ എല്ലാം അവിടെ ഉണ്ട്. സോ കാർ റേസിലുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ബെൻസ് മ്യൂസിയം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി കാർ. സോ മച്ച് എക്സൈറ്റഡ് ടു ഗോ ദേർ. ഷുട്ട്ഗാർട്ടിലെ ഹോളിഡേ ആണ്. അതെ, ഇവിടെ ബോർഡ് ഉണ്ട്. ഇവിടെ കാണാം. ഇവിടെ കാണാം. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾ ജർമ്മനിയിൽ വന്നപ്പോൾ ഫസ്റ്റ് ഡേ താമസിച്ച ഹോട്ടലല്ല ഇത്, സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ ഹോളിഡേയിൽ വന്നത്. ബെൻസ് മ്യൂസിയം ആണ് ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ജർമ്മനിയിൽ. അതിനുശേഷം വി ആർ ഹെഡിങ് ടു സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡ് ഭയങ്കര മച്ച് അവൈറ്റഡ് ആണല്ലോ. അതെ. We are at ബെൻസ് മ്യൂസിയം. ഉള്ളിൽ പോയിട്ട് ഒരുപാട് കാസും പഴയതും പുതിയതും അതിൻ്റെ ഇൻവെൻഷനും ഒക്കെ കാണണം. ആൻഡ് ഒരു ബെൻസ് ബുക്ക് ചെയ്യാൻ വേണം അല്ലേ? ബുക്ക് ചെയ്യാം, പൈസ കൊടുക്കൂല. ബുക്ക് ചെയ്ത് ഞാൻ ഇരിക്കുന്നത് ബുക്ക് ചെയ്തിടാം, എന്നിട്ട് പോവാം. സോ എക്സൈറ്റഡ് ഉള്ളിൽ പോവാൻ. യെസ്, ദ ക്രാഡിൽ ഓഫ് മെർസിഡീസ് ബെൻസ്. മെർസിഡീസ് ബെൻസിൻ്റെ ജനിച്ച സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് ഓരോ ഹിസ്റ്ററിയും നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ഇൻവെൻഷൻ ഏറ്റവും പഴയ മോഡലോട്ട് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് അവർ ഇറക്കിയ എല്ലാ മോഡൽസും അതിനകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ എക്സൈറ്റഡ്. പിന്നെ ഇവിടുത്തെ എല്ലാ മ്യൂസിയത്തിൽ വന്നാലും ഒന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഗൈഡിൻ്റെ ഹെൽപ്പ് ഉണ്ടാവും, അതുപോലെ അല്ലെങ്കിൽ നമുക്കൊരു എക്യുപ്മെൻറ്റ് തന്നിട്ട് വിത്ത് ഹെഡ്സെറ്റ് തരും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് ഒരു ഇയർഫോൺ വെച്ച് എല്ലാം കേൾക്കാൻ പറ്റും ഓരോന്നും കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ബാഗ്സോ വേറെ കാര്യങ്ങളൊന്നും അകത്തേക്ക് എടുക്കാൻ പാടില്ല, ഓൺലി ഫോൺസ്. അല്ലെങ്കിൽ എടുക്കാം, ബട്ട് ലോക്കൽ ഫെസിലിറ്റി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈം കുറച്ച് വേസ്റ്റ് ആവും. അതെ. ലോകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് എവർ മോട്ടോ കാറാണിത്. അതിൻ്റെ ഒരു മോഡലും പിന്നെ അതിൻ്റെ വീൽസും പഴയൊരു ടൈപ്പ് എഞ്ചിനൊക്കെ കണ്ടോ? ഈ ബെൻസ് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഇതാണ്. പിന്നെ വേറെയും കുറേ പഴയ മോഡൽസ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു. ിലെ 300 ESL എന്ന് പറഞ്ഞൊരു മെർസിഡീസിൻ്റെ മോഡലാണ്. നമുക്കിത് കണ്ടാൽ മനസ്സിലാവും ഇന്നത്തെ എസ് ക്ലാസിൻ്റെ ഒക്കെ ഏറ്റവും ആദ്യത്തെ മോഡലാണ് ഇത്. കാരണം ആ ഒരു ലക്ഷറി സെഡാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന എസ് ക്ലാസിൻ്റെ ആ ടൈപ്പ് ഓഫ് കാസിൻ്റെ ആദ്യത്തെ മെർസിഡീസിൻ്റെ വണ്ടിയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വെഹിക്കിൾ അല്ലേ? എനിക്കിത് കാണുമ്പോൾ ഏതോ പഴയ മോഹൻലാലിൻ്റെ സിനിമയിൽ മോഹൻലാൽ വണ്ടി ഓടിച്ചത് വരും. ടെൻഡൻസി വരും. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറി ഇരിക്കാനും കൂടെ പറ്റണേ. ബാക്കിൽ കാണുന്ന കാറ് ബേബി ബെൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. ബേബി ബെൻസ് നോർമൽ കാറിനെക്കാട്ടിലും ചെറുത്, നോർമൽ സെഡാൻസിനെക്കാട്ടിലും ചെറുതായിരിക്കും. കാർ ലവേഴ്സിൻ്റെ ശരിക്കും ഒരു പാരഡൈസ് ആണ് ഈ ബെൻസ് മ്യൂസിയം. ഇതുപോലെ ഇവിടെ BMW മ്യൂസിയം ഉണ്ട്, പക്ഷെ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളത് ബെൻസ് മ്യൂസിയം ആണ്.
ജർമ്മനിയിൽ പോയാൽ എന്തായാലും ഉള്ളൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത്. And we continued our journey. And now we are moving to one of our favorite destinations in this Europe trip, the Switzerland. പക്ഷെ അതിന് മുന്നേ ജർമ്മനിയിൽ ഒരു സ്ഥലം കൂടെ കാണാനുണ്ട്, കോൾഡ് ദി ടിറ്റിസ്. ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറയാം. ബൈ ദ വേ, ഈ കാണുന്നതാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അല്ല, ഇത് ആക്ച്വൽ ബ്ലാക്ക് ഫോറസ്റ്റ് കാർഡുകളാണ്. ആസ് യു ക്യാൻ സീ, ഇതിൻ്റെ അകത്ത് പിച്ച് ബ്ലാക്ക് ആണ്. ദാറ്റ്സ് വൈ ദിസ് നെയിം. ബെൻസ് മ്യൂസിയം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ വന്നു. ഇതിൻ്റെ പുറകിൽ കാണുന്നതാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടെ നിന്നാണ് കുറച്ച് ചെറുതായിട്ടൊരു സൂര്യപ്രകാശമൊക്കെ കിട്ടിയത്. സൂര്യൻ ഇവിടെ വന്നതിന് ശേഷം കാണുന്നിപ്പോഴാണ്, അതുകൊണ്ട് ആ തണുപ്പിൽ നിൽക്കുമ്പോൾ ചെറിയൊരു സുഖമുണ്ട്. പിന്നെ ഞാൻ ലഞ്ചിൻ്റെ പോർഷൻസ് എന്താ പറയുക, ഈ വീഡിയോയിൽ അധികം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാര്യം ഞങ്ങൾ കഴിച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെയർ ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. കാര്യം ഞങ്ങൾ ഈ ട്രിപ്പിൽ വന്നപ്പോൾ പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് എന്താ പറയുക, സൗത്ത് ഇന്ത്യൻ അങ്ങനെ മിക്സൊക്കെ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ആ പോർഷൻസ് ഇല്ലാത്തത് അടുത്തുള്ള ഈ ടിറ്റീസ് ലേക്കിൻ്റെ സൈഡിലാണുള്ളത്. ലഞ്ച് കഴിച്ച സ്പോട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ലേക്ക്. അപ്പോൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഈ ബ്ലാക്ക് ഫോറസ്റ്റ്, നമ്മളിപ്പോൾ ഉള്ളത് ടിറ്റീസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ. ഇത് മാത്രമല്ല, ജർമ്മനി നമ്മൾ നേരത്തെ വരുമ്പോൾ ഒക്കെ കണ്ടല്ലോ, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാടുകളുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റ് എത്താത്തത് കൊണ്ടാണ് ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്, അത് ഡാർക്കായിരിക്കും. അപ്പോൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എടുത്തിട്ടുള്ള മരം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കുക്കു ക്ലോക്സ്. അതിവിടെ ഭയങ്കര, ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഇപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല, ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ ക്ലോക്കിലൊരു സമയം ആവുമ്പോൾ ബേർഡിന്റെ സൗണ്ട് പുറത്ത് വന്നിട്ട് അറിയിക്കുന്നുണ്ട്. അത് പണ്ടൊക്കെ ഭയങ്കര എനിക്കൊന്ന് കുറെ സ്ഥലത്ത് വീടുകളിലൊക്കെ കണ്ടു, സിനിമകളിലും വീടുകളിലും. കാണാറില്ല. അപ്പോൾ ആ ഒരു കുക്കു ക്ലോക്കിൻ്റെ ഒരു ഹോമാണ് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പം ഇവിടെ ബാക്കിൽ കാണാൻ ഒരു ഫോറസ്റ്റ് ഫ്രണ്ട്സ് സംതിങ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ കുക്കു ക്ലോക്കിന്. പ്ലസ് നമുക്ക് വേണം ക്ലോക്ക് വാങ്ങിക്കുകയും ചെയ്യാം. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കുക്കു ക്ലോക്സ്. മേ ബി വുഡ് സ്റ്റാർട്ട് ഫ്രം ഒരു 20,000 ആ റേഞ്ചിൽ നിന്നൊക്കെയാണ് കുക്കു ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഉപയോഗിച്ച മരവും അതിൻ്റെ ആ ഒരു ട്രഡീഷനൊക്കെ കൊണ്ടാണ് അത്രയും എക്സ്പെൻസീവ് ആവുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കയറണം. പിന്നെ ആ ക്ലോക്സ് ഒക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളവിടെ കയറുമ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാം. സോ അതാണ് എൻ്റെ പരിപാടി. വേറെ ഇവിടെ ടിറ്റീസിൽ വേറെ ഞങ്ങൾക്ക് അങ്ങനെ പരിപാടികളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വിൽ ബി ഹെഡിങ് ഓഫ് ടു സ്വിറ്റ്സർലൻഡ് അല്ലേ. പിന്നെ ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയയും ബ്ലാക്ക് ഫോറസ്റ്റുകളുടെ ഇടയിലുള്ളൊരു വില്ലേജ് പോലെയാണെന്നാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, സോ അപ്പോൾ അത്രയ്ക്കാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ കുക്കു ക്ലോക്സ്. നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടാവും ഈ കുക്കു ക്ലോക്സ് സിനിമയിലൊക്കെ. ഒരു സമയമാകുമ്പോൾ ഒരു 3 മണിയാകുമ്പോൾ ഈ കുക്കു ബേർഡ് 3 തവണ വന്നിട്ട് സൗണ്ട് ആക്കും. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ. അതുപോലെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ് ടു 3 lakhs വരെയോ മറ്റോ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുക്കു ക്ലോക്സ് ഉണ്ട്. ഇതവിടെ പുറത്തൊരു വാളിൽ അവർ ചെയ്തതാണ്. ചുമ്മാ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. ആ കാണുന്നതൊക്കെയാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഈ പുറകിൽ കാണുന്നത്. ഇത്രയും കാലം ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കേക്ക് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാകാറുള്ളൂ. ഇതായിരിക്കും. അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആകുന്നേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ ഡാർക്കായി തുടങ്ങി. ആൻഡ് ഇത് ജർമ്മൻ സ്വിറ്റ്സർലാൻഡ് ബോർഡറാണ്. ഈ ട്രിപ്പ് ബൈ റോഡ് ആയതുകൊണ്ട് കുറേ ബോർഡറൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഫേമസ് റൈൻ വാട്ടർഫോൾസിലേക്കാണ്. ഞങ്ങളങ്ങനെ റൈൻ വാട്ടർഫോൾസിലെത്തി. യെസ്, ദിസ് ഈസ് ദ ഫേമസ് റൈൻ വാട്ടർഫോൾസ് ഓഫ് സ്വിറ്റ്സർലൻഡ്. ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ജസ്റ്റ് ഫോൾസ് എൻജോയ് ചെയ്യുന്നതേ ഉള്ളൂ. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ ടൈം കഴിഞ്ഞു പോയി. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വി ട്രാവൽ ടു ആ ഹോട്ടൽ വിച്ച് ഇസ് അറ്റ് ലൂസൺ. എത്തുമ്പോൾ രാത്രിയായി കേട്ടോ.
ലുസേൺ സിറ്റിയിലെത്തി. ഡിന്നർ കഴിക്കാൻ പോവാണ്. നല്ല തണുപ്പാണ് കേട്ടോ, മറ്റുള്ള സ്ഥലത്തെക്കാളും എക്സ്ട്രീം വിൻ്ററാണ് ഇപ്പോൾ. എക്സ്ട്രീമായി. ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചത് 7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സോ അതിലായി ഇപ്പോൾ ഉള്ളത്. ഇനി ഞങ്ങൾ കഴിക്കണം, ചൂടോടെ എന്തെങ്കിലും കഴിക്കണം. പിന്നെ നേരെ ഹോട്ടലിലേക്ക് പോവും. ആൻഡ് ബാക്കിയൊക്കെ നാളെ രാവിലെ. സോ സ്റ്റേ ട്യൂൺ.